ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു താമരപ്പാടം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് ചില ആളുകളൊക്കെ കണ്ടിരിക്കും. കാണാൻ വളരെ കൗതുകകരവും വളരെ രസകരവുമായൊരു കാര്യം കേട്ടോ. ഒന്ന് കാണാം കേട്ടോ നമുക്ക്. ഓക്കെ, അതിൻ്റെ ഒരു AI ക്ലാരിറ്റി ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് AI കൊടുത്താൽ നമുക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ വീഡിയോ എടുത്താലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല. സാധാരണത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്, കൊല്ലങ്കോടിൻ്റെ സ്വർഗം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ തന്നെ അവിടുത്തെ കൊല്ലങ്കോട് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ എന്നറിയില്ല. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ, അതായത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പരിപാലിക്കപ്പെടുന്നത്. ഇത് ഞാൻ അബദ്ധവശാൽ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും ഇതായിട്ടുണ്ട് എന്ന് അറിഞ്ഞു പോയതല്ല. ഇത് ഇവിടെ എത്തിയത് നല്ല ഉച്ച സമയത്തല്ല ഇവിടെ പോകേണ്ടത്. ഒരു ഏകദേശം ഒരു 3 മുതൽ ഒരു രാത്രി എത്ര ടൈം വരെ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. രാത്രി എത്ര ടൈം ഉണ്ടെങ്കിലും ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാതിരി തന്നെ ഷെഡുകൾ കെട്ടിയിട്ടുണ്ട്, അതിലൊക്കെ പോയിരിക്കാനും. അതുപോലെ തന്നെ അങ്ങനെ രാത്രിയൊക്കെ ഒരു പക്ഷേ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ തോന്നില്ല. അത്രയും മനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. ഇവിടെ പോയ ആളുകൾ പിന്നെ ഒക്കെ അറിയായിരിക്കും. പോകാത്ത ആളുകൾക്ക് വേണ്ടിയാട്ടോ ഇത്. പോകാത്ത ആളുകൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഒരിക്കലെങ്കിലും അവിടെ നിന്ന് പോകണം എന്ന് തോന്നുന്നൊരു സ്ഥലമാണ്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു പാടത്തിൻ്റെ സൈഡിലാണ് ഇത് കെട്ടിയിട്ടുള്ളത്. കണ്ടോ, ഒരു ഓലകളൊക്കെ കൊണ്ട് സാധാരണത്തെ മാതിരി ഇതിനെ വന്നിരിക്കാനും. ഇതിൻ്റെ 4 പുറം ലൈറ്റ് മിന്നണന്നൊക്കെ ലൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഈ പാടം ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കണ്ടങ്ങളിൽ പരിപൂർണമായിട്ട് നെല്ല് നിൽക്കുന്നുണ്ട്. അതിൻ്റെ വരമ്പ് കുറച്ച് വീതി കൂട്ടിയിട്ട് അതിൻ്റെ 2 സൈഡും നല്ലതുപോലെ ചെടികളും പൂക്കളൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ആ ചെടികളൊക്കെ പൂത്ത് നിൽക്കുന്നൊരു മനോഹരമായ ഒരു കാഴ്ചയാണ്. അതിലേക്ക് പല വഴികളായിട്ട് ഉണ്ട്. പിന്നെ ഇവിടെ പാസ്സാണ് കേട്ടോ. 30 രൂപ ആണ് ഇവിടെ പാസ്. പക്ഷെ 30 രൂപ കൊടുത്താലും പൈസ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. ഇവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. പോകാത്ത ആളുകൾക്ക് പോകാൻ ഏറ്റവും അനുയോജ്യമായൊരു സ്ഥലം തന്നെ പറയാം. കാരണം പ്രത്യേകിച്ച് വേറെ ശല്യങ്ങളോ അതല്ലെങ്കിൽ വേറെ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഈ നല്ല വേനൽക്കാലത്ത് പോകുന്നത് കുറച്ച് ഉച്ചയ്ക്ക് ശേഷം തന്നെ, അതായത് 4 മണിയൊക്കെ ടൈമിലാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നല്ല വെയിൽ കൊള്ളേണ്ടി വരും കേട്ടോ. ഏറുമാടങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, അതിലൊക്കെ പോയി ഇടിക്കുകയൊക്കെ ചെയ്യാം. എങ്കിലും വെയിൽ കൊള്ളേണ്ടി വരും. പിന്നെ കണ്ടോ, പല വിധത്തിലുള്ള പൂക്കളാണ്. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ടെൻറ്റുകൾ കെട്ടിയിട്ടുണ്ട് ഇരിക്കാൻ ഒക്കെ. അപ്പോൾ ആളുകൾ ഇപ്പം ഞങ്ങൾ പോയ സമയത്തും നട്ടുച്ച സമയത്തും അവിടെ ആളുകളുണ്ട് കേട്ടോ. പലരും അതിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സീസണല്ല. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സീസൺ മഴക്കാലം തുടങ്ങിയതിന് ശേഷമാണെന്നാണ് പറയുന്നത്. ഇവിടെ താമരക്കുളം വേറെ ഉണ്ട് എന്ന് പറയുന്നു. അതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനി എന്തായാലും ഒരു ദിവസം ഇങ്ങോട്ട് പോകണമെന്ന് ഉള്ളൊരാഗ്രഹം കൂടി എനിക്കുണ്ട്. കാരണം ഇത് കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനൊരു സാഹചര്യം വിചാരിച്ച് പോയതല്ല, യാദൃശ്ചികമായിട്ട് പോയപ്പോൾ കണ്ടതാണ്. ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ അവിടെ പോയിട്ടുണ്ട്. അവനും പരിപൂർണമായിട്ട് ഇത് കണ്ടിട്ടില്ല തോന്നുന്നു. ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പോൾ നിങ്ങളും ഇങ്ങോട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ പോകാൻ തോന്നുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. കാണാത്ത ആളുകൾക്ക് കുട്ടികളൊക്കെ ആയിട്ട് പോകാനും വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയാണിത്. പക്ഷെ നെല്ലിയാമ്പതി മല ഇതിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ ഇല്ല. ഇത് ഈ സമയത്ത് എന്തോ ഒരു മഞ്ഞ് മാതിരിയാണ് അവിടെ കാണുന്നത്. മല ശരിക്ക് തെളിഞ്ഞ് വ്യക്തമായിട്ട് കിട്ടുന്നില്ല. ഈ സമയത്ത് എന്തോ ഒരു മൂടലാണ് ആ മലയ്ക്ക്.
അതുകൊണ്ട് അതല്ലെങ്കിൽ ആ മൂടൽ പോലും ഇല്ലാത്ത സമയത്താണെങ്കിൽ വളരെ രസകരം. കണ്ടോ, ഇതാണ് ആ മലകൾ കേട്ടോ. മല ശരിക്കും ഇങ്ങോട്ട് കാണുന്നില്ല, അത് ഇതേ കോലത്തിൽ തന്നെയാണ് അവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ മഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കാം. കണ്ടോ, വയലിൻ്റെ സൈഡിൽ കൂടെയാണ് ഈ പൂക്കളൊക്കെ വെച്ചിട്ടുള്ളത്. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. പ്രകൃതിനെ അങ്ങേയറ്റം മനോഹരമാക്കിയ ഒരു സ്ഥലപ്പെടുത്തി എന്ന് തന്നെ കാണുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ആളുകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ തന്നെ കൊല്ലങ്കോട് തന്നെ ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് ഉടനെ തന്നെ വരും. ഓക്കെ, എല്ലാ ആളുകൾക്കും നമസ്കാരം.